ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു എക്സാം ഡേ കണ്ടാലോ ഗൈസ്. അപ്പം ഞാൻ ഇപ്പോൾ ആലപ്പുഴയിലാണ് ഉള്ളത്. അവിടെ നിന്ന് കൊല്ലത്തോട്ട് പോകണം. എൻ്റെ എക്സാം സെൻറ്റർ കൊല്ലം SM കോളേജാണ്. അപ്പോൾ അതേ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ ടു കൊല്ലം സൂപ്പർ ഫാസ്റ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ സ്വീറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ കഴിച്ചു. അതിനുശേഷം നമ്മൾ കരുനാഗപ്പള്ളി എത്തിയപ്പോഴത്തേക്കും നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ മഴയും പെയ്ത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മുടെ എക്സാമൊക്കെ സ്റ്റാർട്ടാവുന്നത്. അപ്പം അതിനു മുമ്പേ ഞാൻ രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നീണ്ടകരയൊക്കെ കഴിഞ്ഞു. ഈ JSK എന്ന് പറഞ്ഞ പടം ഏതാണ് ഗൈസ്? ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഈ ഒരു ഫ്ലെക്സ് കേട്ടോ. അപ്പം ഞാൻ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ KSRTCയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മളുടെ ബോട്ട് ജെട്ടി കേട്ടോ, കൊല്ലം ബോട്ട് ജെട്ടി. അപ്പോൾ ഗൈസ് ഫുൾ മലിനമായ ജലാംശയം എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് കേട്ടോ. ജനനം മുതൽ മരണം വരെ കൊല്ലംകാർക്ക് വരേണ്ട ഒരു സ്ഥലമാണ് ഗൈസ്. എന്താവശ്യം ഉണ്ടെങ്കിലും അവിടെ വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. കോർപ്പറേഷനാണ്. അത് കഴിഞ്ഞതിന് ശേഷം വാട്ടർ അതോറിറ്റി, അതിൻ്റെ അപ്പുറമാണ് കൊല്ലം ടൗൺ ഹാള്. അത് കഴിഞ്ഞിട്ട് പിരങ്കി മൈതാനത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ എഴുതാൻ പോകുന്ന എക്സാം സെൻറ്റർ. അപ്പം നമ്മൾ എക്സാം സെൻറ്റർ എത്തിയിട്ടുണ്ട്, SM കോളേജ്. ഈ കോളേജിനെ പറ്റി പറയുവാണെങ്കിൽ നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആംബിയൻസ് ആണ് ഗൈസ്. ഞാനൊരു 11 മണിയൊക്കെ ആയപ്പം കോളേജിലെത്തിയിട്ടുണ്ടായിരുന്നു. 2 മണിക്ക് എക്സാം ആയതുകൊണ്ട് ഞാനൊരു 11 to 12 വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൈ കഴുകാൻ പോയപ്പോഴാണ് വേറൊരു കാര്യം കണ്ടത്. കാണിച്ചു തരാം ഗൈസ്. കലാകാരന്മാർ വളരട്ടെ അല്ലേ. അപ്പം ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പം എക്സാം ഹോളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പോയി നോക്കി എക്സാം ഹോളൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ എക്സാം ഹോളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് കിട്ടിയ എക്സാം ഹോൾ എന്ന് പറയുന്നത് 4ാമത്തെ നിലയിലാണ്. ഏറ്റവും ടോപ്പാണ് കേട്ടോ. അപ്പം എല്ലാവരും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു 7:30 ആയപ്പം അമ്പലപ്പുഴയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡും മോനും ഒക്കെ ബസ് സ്റ്റോപ്പിൽ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ഗായ്സ്. അപ്പം എല്ലാവർക്കും താങ്ക് യു.